നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബാലയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നല്ലോ. മകളെ കാണിക്കുന്നില്ല എന്നുള്ള നടൻ ബാലയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ബാലയുടെയും അമൃത സുരേഷിൻ്റെയൊക്കെ മകൾ അവന്തിക രംഗത്ത് വന്നിരുന്നു. ആ അവന്തിക രംഗത്ത് വന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ മകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്. ഇപ്പോഴിതാ അവന്തികയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടുകൂടി അതിനൊരു മറുപടിയുമായി ഈ അവന്തികയുടെ മാതാവും ബാലയുടെ മുൻ ഭാര്യയുമായിട്ടുള്ള അമൃത സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ താൻ ക്രൂരമായിട്ടുള്ള പീഡനമാണ് അനുഭവിച്ചു വരുന്നത് എന്നാണ് അമൃത പറയുന്നത്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ താൻ ക്രൂരമായ പീഡനമാണ് അനുഭവിച്ചത് എന്ന് പറയുകയാണ് അമൃത. അതായത് പല ദിവസങ്ങളിലും ചോര തുപ്പി ഒരു മൂലയിൽ കിടക്കുകയായിരുന്നു എന്നാണ് അമൃത പറയുന്നത്. എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാണ് ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നും അമൃത പറഞ്ഞു വെക്കുന്നു. അതായത് അന്ന് നേരിട്ട മർദ്ദനങ്ങൾക്ക് താൻ ഇപ്പോഴും ചികിത്സയിലാണെന്ന് കൂടി താരം കൂട്ടിച്ചേർക്കുകയാണ്. അമൃത പറയുന്നത്, അമൃത അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇത്തരത്തിലൊരു വാക്കുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 14 വർഷമായി താൻ മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും തൻ്റെ നിശബ്ദത തന്നെ വെറുക്കാനുള്ള കാരണമായിട്ടുണ്ട് എന്നും പാപ്പുവിൻ്റെ പേരിൽ ഒരു വ്യാജ വാർത്തയുമായി ബാല വന്നപ്പോൾ മാത്രമാണ് താൻ മുൻപ് സംസാരിച്ചിട്ടുള്ളത് എന്നും നിങ്ങൾ എന്നെ അത്രത്തോളം വെറുക്കുന്നുവെന്ന് എനിക്കറിയാമെന്നും പറയുന്നു. അതായത് പ്രേക്ഷകരെക്കുറിച്ചാണ് അവരിത് പറയുന്നത്. ഞാനത് മാറ്റാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, അത്ര നന്നായി സംസാരിച്ച് നിങ്ങളെ ഇംപ്രസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല എന്നും എൻ്റെ മകളിലേക്ക് കൂടി അത് എത്തി നിൽക്കുകയാണ് എന്നാണ് അമൃത പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇൻ്റർവ്യൂ വരും. അപ്പോൾ മമ്മി എന്താണ് മിണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ച് മകൾ വരും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മകൾ ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ അമൃതയുടെ വാദം. അതിനുശേഷം പാപ്പുവിന് സൈബർ ബുള്ളിങ് അടക്കമുള്ളവ ഉണ്ടാകുന്നുണ്ട് എന്നും ആ തരത്തിലുള്ള ഒരു ഇമോഷണൽ വീഡിയോ ആണ് വന്നതെന്നും അത് അവർ പറയുന്നുണ്ട്. ഇത് എന്തൊക്കെ വൃത്തികേടാണ് തൻ്റെ മകളെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. ചെറുപ്പകാലത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഷോക്കിംഗ് അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവൾ കുട്ടിയായിരുന്ന സമയത്ത് തൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ രക്ഷിച്ചിരുന്നത് എന്നുകൂടി അമൃത പറയുകയാണ്. അപ്പോൾ ബാല നടത്തിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ ഒരു യഥാർത്ഥ ചിത്രത്തെയാണ് ഇവിടെ അമൃത വർണ്ണിക്കുവാൻ ശ്രമിക്കുന്നത് എന്നതാണ്. സ്കൂളുകളിലും പൊതുപരിപാടിക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ എന്നൊക്കെ ഓരോരുത്തർ പറയുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് തൻ്റെ മകൾ വന്നതെന്നും സ്കൂൾ ബസ്സിൽ വെച്ച് ഏതോ കുഞ്ഞ് നിൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ നിൻ്റെ അമ്മ വൃത്തികെട്ടവളാണ് എന്ന്, അത് സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. അങ്ങനെ 18-ാം വയസ്സിൽ താൻ വളരെ കാര്യമായി സ്നേഹിച്ച് ഒരു വ്യക്തിയെ, അയാളെ തന്നെ വിവാഹം കഴിക്കുന്നു. പല ദിവസവും പക്ഷേ വിവാഹത്തിന് ശേഷം ചോര തുപ്പി അവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നും അച്ഛനും അമ്മയും അത്രയും എതിർത്ത ഒരു കല്യാണമായിരുന്നു എന്നും എന്നിട്ട് കൂടിയും പലതും സഹിക്കുകയായിരുന്നു എന്നൊക്കെ അമൃത പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ബാല കാട്ടിക്കൂട്ടിയ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പീഡനം എന്ന് പറയപ്പെടുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ ഈ പറയുന്ന അമൃത അനുഭവിച്ചു വരികയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണിത്. അപ്പോൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായെന്നും അങ്ങനെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ആ വീട് വിട്ട് താൻ ഓടുകയായിരുന്നുവെന്നും തൻ്റെ സ്വർണം, തൻ്റെ വണ്ടി ഒന്നും തന്നെ താൻ എടുത്തിട്ടില്ല എന്നുമൊക്കെയാണ് അമൃത പറഞ്ഞു വെക്കുന്നത്. എളമക്കരയിലെ വീട് വിറ്റിട്ടാണ് തൻ്റെ മാതാപിതാക്കൾ സ്വർണം വാങ്ങിയത് എന്നും അതുവരെ താൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് തൻ്റെ ജീവിതവും തൻ്റെ മകളുടെ ജീവിതവും മാത്രം നോക്കിക്കൊണ്ട്, അവളുടെ പഠിത്തവും നോക്കിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും പറയുന്നുണ്ട്. താൻ കോമ്പൻസേഷൻ ചോദിച്ചിരുന്നുവെന്നും കോടതിയിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയതിനു ശേഷം മകൾ വല്ലാത്ത മാനസികമായിട്ടുള്ള സംഘർഷത്തിലായി എന്നും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തന്നെ വല്ലാതെ ഈ ഒരു നൈരാശ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നുമൊക്കെയാണ് അമൃത പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലധികം വേദനകളും ക്രൂരപീഡനങ്ങളുമാണ് ബാലയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ അമൃത പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പലപ്പോഴും 14 വർഷത്തിന് ശേഷമാണ് താൻ വീണ്ടും ഒരു ബന്ധത്തിലേക്ക് വന്നതെന്നും അതിനൊക്കെ പലതരത്തിലുള്ള ചീത്തയൊക്കെ താൻ കേൾക്കേണ്ടി വന്നുവെന്നും തനിക്ക് സ്നേഹം കിട്ടുന്നതായി തോന്നിയതുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോയതെന്നുമൊക്കെ വരച്ചു കാണിക്കാൻ അമൃത ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്ര വിഷമിച്ച ഒരു ബന്ധത്തിന് ശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ അത് മോശമായി പോകല്ലേ എന്നാണ് പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ നന്നായി വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങുകയും അതും അവസാനം വല്ലാത്ത ഒരു രീതിയിൽ അവസാനിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അത്തരത്തിലെടുത്ത തീരുമാനങ്ങളടക്കം ജീവിതത്തിൽ പലതരത്തിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നാണ് അമൃത പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്നും ബാലു എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് അത് തൻ്റെ മകളുടെ അച്ഛനാണ് എന്നുള്ള നിലയിലുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും തങ്ങളെ ഇനിയും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹവും ആവശ്യം കൂടി അമൃത മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ബാലു എന്ന ബാല എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിയിട്ടും ഒരു മുഖം മൂടിയിട്ടുകൊണ്ടാണോ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഒരു സാധാരണ ഒരു പെൺകുട്ടിയോട് കാണിക്കാവുന്നതിൽ അപ്പുറമാണ് ഇത്തരത്തിൽ ബാലുവിനെ പോലെ അല്ലെങ്കിൽ ബാലയെ പോലുള്ള ഒരു നടൻ കാണിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ അവരുടെ ചില വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് 14 വർഷത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളിൽ അന്ന് ഇത്തരത്തിൽ ചോര തുപ്പി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ ബാലയുടെയും ഒപ്പം തന്നെ അമൃത സുരേഷിൻ്റെയും ഒക്കെ ഡ്രൈവറായിരുന്ന വ്യക്തി കൂടി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ സാക്ഷ്യപ്പെടുത്തൽ കൂടി വരുമ്പോൾ 14 വർഷത്തെ നിശബ്ദതയ്ക്ക് അവസാനം കുറിച്ചതിന് ഒരുപാട് നന്ദി അനിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ അമൃത പറയുന്നത് അത് ഇർഷാദിന് വേണ്ടിയിട്ടാണ്. ഇർഷാദ് ഇവരുടെ ഡ്രൈവറായിരുന്നു, ഇവരുടെ രണ്ടുപേരുടെയും ഡ്രൈവറായിരുന്നു ഇർഷാദ്. പക്ഷേ എന്നാണോ അമൃത സുരേഷ് ആ വീട്ടിൽ നിന്ന് ബാലയുടെ വീട്ടിൽ നിന്ന് അമൃതയുടെ വീട്ടിലേക്ക് പിരിഞ്ഞു പോയത് അന്ന് തന്നെ ഇർഷാദും അമൃതയോടൊപ്പം ഡ്രൈവറായി പോയി എന്നാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിൽ പലതരത്തിലുള്ള ദുരൂഹതകളൊക്കെ നിറച്ചുകൊണ്ടുള്ള വാർത്തകൾ ബാല പരത്തുകയും ചെയ്തിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ആ ഇർഷാദ് എന്ന് പറയപ്പെടുന്ന ഡ്രൈവറും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാല ക്രൂര പീഡനം അമൃതയോട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്വന്തം മകളും ഇപ്പോൾ ഭാര്യയും കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ഒരേ സ്വരത്തിൽ ബാലയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ ആക്രമണം നടത്തി ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ച് ക്രൂര പീഡനം നടത്തുന്ന ഒരു വ്യക്തിയാണോ ബാല എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.